ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ എപ്പിസോഡ് എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഇന്നലെ അനീഷ് വന്നിട്ട് നൂറയ്ക്ക് ടാബ്ലറ്റ്സ് കൊടുക്കുന്നു. ഈ ടാബ്ലറ്റ്സ് വന്നിട്ട് നൂറ് വാങ്ങിക്കുന്നേ ഇല്ല. അപ്പോൾ എപ്പോഴും ഞാനല്ലേ കൊടുക്കുന്നത്, എന്തുകൊണ്ടാണ് നൂറ് വാങ്ങിക്കാത്തതെന്ന് പറഞ്ഞ് അനീഷ് നിൽക്കുന്നു. അനീഷ് നിൽക്കുന്ന സമയത്ത് ആദിലേക്ക് ഭയങ്കര ദേഷ്യം വരുന്നു. ആദിൽ പറയുന്നു, നിങ്ങൾ അവിടെ വെച്ചിട്ട് പൊക്കൂടെ, എന്തിനാണ് ഇപ്പോൾ ഈ ഇവളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പം അനീഷ് പറയുന്നു, ഞാൻ ദിവസം കൊടുക്കുന്ന ആളല്ലേ, എന്തുകൊണ്ടാണ് നൂറ മേടിക്കാത്തത് എന്നും പറഞ്ഞിട്ട് അനീഷ് പറഞ്ഞുകൊണ്ടേയുണ്ട്. നൂറ അപ്പോൾ ദേഷ്യപ്പെട്ടപ്പം കൂടെ അനീഷ് അവിടെ വെച്ചിട്ട് മുണ്ടാണ്ട് പോകണ്ടായിരുന്നു. പിന്നെ ഷാനവാസ് ഉണ്ടല്ലോ, ഷാനവാസിൻ്റെ അടുത്താണ് അനീഷിൻ്റെ കോയിൻ ഉള്ളതെന്ന് അനീഷിന് മനസ്സിലായി. അപ്പോൾ അനീഷ് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ കോയിനും വെച്ചിട്ട് എനിക്ക് മനഃപൂർവ്വം നിങ്ങൾ എന്നെ വിശ്വാസവഞ്ചന ചെയ്യുകയാണല്ലോ അനീഷ്, എന്താണ് ഷാനവാസ് എന്നുള്ള രീതിക്ക് അനീഷ് പറയുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഓർഗ്യുമെൻ്റായി. അപ്പോൾ ഷാനവാസ് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ സ്നേഹം എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോയിൻ മേടിച്ച് വെച്ചത്. ഇതുവരെ എൻ്റെ അടുത്തുണ്ടായിരുന്നില്ല ഈ കോയിൻ, ഇന്നലെയായിരുന്നു എനിക്ക് ഈ കോയിൻ കിട്ടിയത് തന്നെ. ആ കോയിൻ നിങ്ങൾക്ക് ഞാൻ തരാത്തതിൻ്റെ കാരണം തന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് സ്നേഹം പ്രകടനം നടത്തുന്നതേ ഇല്ല. ഞാൻ എത്രയോ വട്ടം നിങ്ങളുടെ അടുത്ത് സ്നേഹം പ്രകടനത്തിന് വേണ്ടിയിട്ട് ഞാൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ഞാൻ കൂടെ വരുമ്പോൾ നിങ്ങൾ എന്നെ മാറ്റി നിർത്തുകയാണ് എല്ലാ കാര്യത്തിനും അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക്, ശരി നിങ്ങൾ എന്നോട് സ്നേഹത്തോടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ കോയിൻ തരാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും ദിവസം കോയിൻ അവിടെ വെച്ചതിൻ്റെ എൻ്റെ കയ്യിൽ തന്നെ ഈ ഇന്നലെ തൊട്ടിട്ട് ഞാൻ കോയിൻ വെച്ചതിൻ്റെ കാരണം അതുകൊണ്ടായിരുന്നു എന്ന് പറയണു. അപ്പോൾ അനീഷിന് അങ്ങനെ ഫേസൊക്കെ മാറുന്നു, സങ്കടമായി. അങ്ങനെ ഷാനവാസിനും കൂടെ ദേഷ്യം വന്നിട്ടും കൂടെ അനീഷിൻ്റെ അടുത്ത് നിന്നാ നിൻ്റെ കോയിൻ എന്നാ നീ വെച്ചോ എന്നും പറഞ്ഞിട്ട് കൊടുക്കുന്നു ഷാനവാസ് വന്നിട്ട്. അനീഷിന് പിന്നെ എന്താ പറയാന്നേ അറിയില്ല, വേണ്ടി കിടന്നില്ല എന്നായി. എൻ്റെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണല്ലോ എന്നുള്ളൊരു കുറ്റബോധം അനീഷിന് തോന്നിയ പോലെ നമുക്ക് ഫീലായി അവിടെ. പിന്നെ ഹോട്ട്സ്റ്റാറിൻ്റെ ഫാൻ സോൺ ഉണ്ടായിരുന്നു. അതിന് അനീഷിന് വന്നിട്ട് ഒരു കുഞ്ഞിനെ പോലെ ഫേസൊക്കെ മേക്കപ്പ് ചെയ്തിട്ട് ഒരു കുട്ടി ആക്ട് ചെയ്യുന്ന മാതിരി ചെയ്യണം അനീഷിന്. അപ്പോൾ എല്ലാവരും കൂടി മേക്കപ്പൊക്കെ ചെയ്തു കൊടുക്കുന്നു. നെവിനൊക്കെ നന്നായി മേക്കപ്പൊക്കെ ചെയ്തു കൊടുക്കുന്നു. എന്നിട്ട് നീ ഇങ്ങനെ പറയും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയണു, ഞാനാ നിൻ്റെ അമ്മ എന്നുള്ള രീതിക്കൊക്കെ പറയുന്നു. പിന്നെ കിച്ചണിൽ ലക്ഷ്മി അവിടെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ലക്ഷ്മിയോട് പറയണു അമ്മ എന്നുള്ള രീതിക്ക്, ഞാനാണ് നിൻ്റെ അമ്മ എന്ന് പറയണു. അപ്പോൾ എനിക്ക് എത്ര അമ്മമാരാണ് ഉള്ളത് എന്നുള്ള രീതിക്ക് അനീഷ് ചോദിക്കുന്നു. അനീഷ് ആ കുഞ്ഞിനെ പോലെ നടിച്ചത് നന്നായിട്ട് അഭിനയിച്ചു അവൻ. പിന്നെ നമ്മൾ ഈ അനീഷ് ചെയ്ത സമയത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആദില നൂറ വന്നേയില്ല. ബിന്നി പോയി പറയുന്നു, നിങ്ങൾ പോയി ആഹാരം കഴിക്കൂ എന്ന് പറയുന്ന സമയത്ത് അനീഷിൻ്റെ പ്രകടനമൊക്കെ കഴിഞ്ഞു. അവിടെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയി കഴിക്കാമെന്നും പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഇവരിവിടെ മോഹം വെറുപ്പിച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞതിന് ശേഷം പോയി കഴിക്കുന്നുണ്ടായിരുന്നു അവർ. പിന്നെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നോമിനേഷൻ ചെയ്തത് ബിന്നി, ആര്യൻ, അക്ബറായിരുന്നു. പിന്നെ ജയിലിൽ പോയത് അനീഷും നമ്മുടെ ആദിലയായിരുന്നു ജയിൽ നോമിനേഷന് പോയത്. ജയിൽ നോമിനേഷനിൽ പോയിട്ട് ഇവർ രണ്ടുപേരും ഇവർക്ക് കൊടുത്ത ടാസ്ക് വന്നിട്ട് കുറേ ചുമന്ന പാശിയും പച്ചപ്പാശിയായിരുന്നു ഓരോ ബോളിൽ കൊടുത്തത്. ഇത് സൂചിയിൽ ഓരോരുത്തരായിട്ട് ഒരു പച്ചയും ഒരു ചുമപ്പും അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം മാല. അതായിരുന്നു അവർക്ക് കൊടുത്ത ടാസ്ക്. ഇവർ രണ്ടുപേരും ചേർന്നിട്ട് അതിരുന്ന് കോർക്കുണ്ടായിരുന്നു. രണ്ടുപേരും ഭയങ്കര വഴക്കായിരുന്നല്ലോ. അപ്പം നീ എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ പറഞ്ഞ എന്നുള്ള രീതിക്ക് അനീഷ് പറയുന്നു. നീ എല്ലാത്തിനും എന്നെ വന്നിട്ട് വെള്ളം ഒഴിക്കണോ എല്ലാം ചെയ്യണമല്ലോ ആ രീതിക്കൊക്കെ അനീഷ് വന്നിട്ട് നമ്മുടെ ആദിലയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നുണ്ട്, എനിക്കപ്പോൾ അങ്ങനെ ദേഷ്യം വന്നു, അപ്പോൾ അനീഷായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ എന്നുള്ള രീതിക്കൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും പിന്നെ അവിടെ നല്ല കോംപ്രമൈസായി രണ്ടുപേരുടെ ആ സങ്കടങ്ങളും ദേഷ്യങ്ങളൊക്കെ തീർന്ന മാതിരി ഉണ്ടായിരുന്നു രണ്ടുപേരും പറഞ്ഞപ്പോൾ. എല്ലാവരും കൂടിയിട്ട് ഹൗസ് മേറ്റ്സൊക്കെ കൂടി അവിടെ ഇരുന്ന് കളിയാക്കുന്നുണ്ടായിരുന്നു ഇവരിനെ വെച്ചിട്ട്. പിന്നെ അനീഷൊന്നും ഇത് വലിയ കെയറേ ചെയ്യുന്നില്ല. പിന്നെ മാല ഇരുന്ന് കോർക്കണം, ഇതായിരുന്നു ഇവരുടെ ടാസ്ക് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ തലേണ്ട ടാസ്ക് ആയിരുന്നുവല്ലോ. പിന്നെ ഒരു തലേണ്ട ടാസ്ക് കൊടുത്തു. ആക്ടിവിറ്റി ഏരിയയിൽ ഒരു മഞ്ഞ മാർക്ക് ഇട്ടിട്ടുണ്ടാകും, അതിലെല്ലാവരും കൂടി പോയിട്ട് നിൽക്കണം. അതിൽ ബസ്സറടിക്കുന്ന സമയത്ത് അവിടെ കുറേ പഞ്ഞുണ്ടാവും. പഞ്ഞും ഒരു സൈഡിൽ നൂലും സൂചി നൂലും വെച്ചിട്ടുണ്ടാവും, ഒരു സൈഡിൽ കോട്ടൺ ക്ലോത്തും വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവർ ബസ്സറടിച്ച സമയത്ത് കുറേ പഞ്ഞെടുത്തിട്ട് ഈ കോട്ടൺ തുണിയിലിട്ട് നിറയ്ക്കണം. അങ്ങനെ ഓരോരുത്തരും വന്നിട്ട് അത് ചെയ്യണം. അതിൽ 5 പേർക്കാണ് 5 പേര് ബസ്സറടിക്കുന്നതിൻ്റെ ഉള്ള 5 പേര് സ്റ്റോർ റൂമിൽ പോയി നിൽക്കണം. അതിൽ അഭിലാഷ്, ലക്ഷ്മി, നെവിൻ, ബിന്നി, ജിഷിൻ ഇവരായിരുന്നു പോയിട്ട് അവിടെ പോയി നിന്നത്. ഒരാൾക്ക് സൂചി നൂലും കിട്ടും, ഒരാൾക്ക് പഞ്ഞ് കിട്ടില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ. അപ്പോൾ പെട്ടെന്ന് കോർത്തിട്ട് വേണം ഇവർ അങ്ങോട്ടേക്ക് പോകാൻ. അതേപോലെ ഇപ്പോൾ ഈ 5 പേരാണ് അവിടെ പോയത്. അവിടെ പോയി നിൽക്കുമ്പോഴേക്കും നമ്മുടെ അതിഥികളായിട്ട് ജീവനും സോഫിയും നിൽക്കുന്നുണ്ടായിരുന്നു. അവരൊരു പ്രൊമോഷന് വേണ്ടിയിട്ട് വന്നതായിരുന്നു ഈ 2 പേരും.
അനുമോള് ജീവനുമായിട്ട് ഭയങ്കര റീലൊക്കെ ചെയ്തിട്ട് ഭയങ്കര ഫേമസ് ആയിരുന്ന ആൾക്കാരാണ് ജീവനും അനുമോളും ചേർന്നിട്ട്. കുറേ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നിറയെ വന്നിട്ടുണ്ട്. ഇവർ തമ്മിൽ നല്ല കോംബോ ആയിരുന്നു. പക്ഷേ ജീവൻ വന്നതുമേ അനുമോൾക്ക് മകയില്ല. ഭയങ്കര ഫേസും കൂടി ഡള്ളായി. ബിഗ് ബോസ് ആണെങ്കിൽ അനുമോളെ നന്നായിട്ട് ഫോക്കസിങ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം എന്താ അവിടെ അതിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത്? ഇവർ തമ്മിലുള്ള എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ ജീവബന്ധം തീരെ മുഖമില്ലാണ്ട് ഇരിക്കുന്നത്. അനുമോള് ജീവനെ കെയറേ ചെയ്യുന്നില്ല. അതിഥി ആ കുട്ടിയോട് മാത്രം പോയിട്ട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ജീവനെ തീരെ കെയർ ചെയ്യുന്നില്ല. സൂഫിയോട് മാത്രം പോയി കെയർ ചെയ്യുന്നു. എന്നിട്ട് രണ്ടുപേരും ചേർന്ന് ഇവർ കുറേ ഈ റീൽസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുവല്ലോ. ഇവരെന്തായി എന്ന് വെച്ച് പറഞ്ഞാൽ സീരിയലിൻ്റെ പ്രൊമോഷനെ കുറിച്ചിട്ട് പറയുമ്പോൾ ആർക്കും ഒരു അവിടെ മുഖയില്ല. എന്താ സംഭവിച്ചെന്നേ അറിയില്ല. എല്ലാവരും എന്തോ കേൾക്കുന്നമാർ അന്തം വിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവരുടെ പാട്ടിൽ കുറച്ച് ഈ പ്രൊമോഷനാണ്, ഞാൻ ലോറി ഡ്രൈവറായിരുന്നു, അതായിരുന്നു ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ജീവൻ പറയുന്നുണ്ടായിരുന്നു. ആ പ്രൊമോഷനെ കുറിച്ചിട്ട് അവർ പറയുമ്പോഴും ആർക്കും ഒരു വലിയ താല്പര്യം ഇല്ലാത്ത പോലെ എന്തോ കേൾക്കണമല്ലോ എന്നുള്ള രീതിക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റിൽ ബിഗ് ബോസ് അവരുടെ ടൈം കഴിഞ്ഞത് അവരിനെ പോകാനും പറഞ്ഞു. അവർ പോണ സമയത്ത് അനുമോളോട് ജീവൻ ഷേക്കൻ കൊടുത്തിട്ടാണ് പോയത്. അനുമോൾക്ക് തീരെ താല്പര്യമില്ലാത്തപ്പോൾ നിൽക്കുന്നു. ആരോ വന്നു ആരോ പോയി എന്നുള്ളൊരു ലെവലിലായിരുന്നു അവിടെ ഈ പ്രൊമോഷന് വന്നവരോട് അവിടെ ഉണ്ടായിരുന്ന ഒരു സീന്. നമുക്കതെന്താണെന്ന് മനസ്സിലായില്ല. കാരണങ്ങൾ നമ്മൾ ലൈവ് പ്രോഗ്രാം കാണുകയാണെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇവർ തമ്മിലുള്ള ഒരു കോംബോ ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ടാണോയെന്ന് നമുക്ക് അറിയണില്ല. പിന്നെ നമ്മുടെ ബിന്നി ആര്യൻ ജിഷയിലിൻ്റെ കൂടെ ആയിരുന്നല്ലോ ബിന്നി എപ്പോഴും ഉണ്ടാവുക. ഇപ്പോൾ ആദിൽ, നൂറ, അനുമോള്, ഷാനവാസ്, അനീഷ് ഇവരൊരു കൂട്ടാണല്ലോ. അപ്പോൾ ബിന്നി ആവുന്നത് ഇവരെ കൂടെ ഒട്ടിക്കൊണ്ടേ ഇരിക്കുന്നു. എന്താണെന്ന് അറിയണില്ല. ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ്. എല്ലാവരും മറക്കാണ്ട് ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നാളെ കാണാം. ബൈ.